തങ്ങളുടെ രാജ്യം വിൽപ്പനയ്ക്കില്ലെന്ന് ഗ്രീൻലാൻഡ് ആവർത്തിക്കുമ്പോഴും പിടിച്ചെടുക്കാനുള്ള നീക്കവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടു പോകുന്നതിന് പിന്നിൽ ധാതു സമ്പത്ത് മോഹമാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. US-ന്റെ സുരക്ഷയ്ക്കായാണ് ഗ്രീൻലാൻഡിനെ ലയിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ട്രംപിന്റെ പരസ്യ നിലപാട്. അപൂർവ മൂലകങ്ങൾ അടക്കമുള്ളവയുടെ വൻ ശേഖരമാണ് ഗ്രീൻലാൻഡിലുള്ളത്. ഗ്രീൻലാൻഡിന്റെ തെക്കേ അറ്റത്തുള്ള ചാരനിറമുള്ള കൊടുമുടികളിൽ സ്വർണത്തിന്റെ വലിയ നിക്ഷേപമുണ്ടെന്നാണ് ഖനന കമ്പനിയായ അമോറക് മിനറൽസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എൽദൂർ ഒലാഫ്സൺ പറയുന്നത്. ചെമ്പ്, നിക്കൽ, ലിഥിയം, കൊബാൾട്ട്, മറ്റ് അപൂർവ മൂലകങ്ങൾ എന്നിവയുടെ വലിയ സാന്നിധ്യം ഗ്രീൻലാൻഡിലുണ്ട്. സ്വർണത്തിന്റെ ഉൽപാദനം കൂട്ടാനുള്ള നീക്കത്തിലാണ് അമോറക്. പ്രതിമാസം 30,000 ടൺ സ്വർണമായിരുന്നു രാജ്യത്ത് നിന്ന് കൊണ്ടുപോകുന്നത്. ഡെൻമാർക്കിന്റെ ഭാഗമായ ഒരു സ്വയംഭരണ പ്രദേശമാണ് ഗ്രീൻലാൻഡ്. പ്രകൃതി വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവർ തന്നെയാണ്. ഗ്രീൻലാൻഡിൽ വൻതോതിൽ എണ്ണയും വാതകവും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അവ ഖനനം ചെയ്യാൻ അനുമതി നൽകിയിട്ടില്ല. ആഴക്കടൽ ഖനനവും നിരോധിച്ചിട്ടുണ്ട്. ആ സമ്പത്തിൽ US-നും യൂറോപ്പിനും മാത്രമല്ല താല്പര്യം, ചൈനയും രംഗത്തുണ്ട്. ചൈനീസ് കമ്പനികൾക്ക് ജനാനുമതി നൽകരുതെന്നും US പരോക്ഷമായി ഗ്രീൻലാൻഡിനോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഗ്രീൻലാൻഡിലുടനീളം ഏകദേശം 100 സ്ഥലങ്ങളിൽ ഇപ്പോൾ ഖനനം നടക്കുന്നുണ്ട്. ബ്രിട്ടീഷ്, കനേഡിയൻ, ഓസ്ട്രേലിയൻ ഖനന കമ്പനികളാണ് ഇവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഗ്രീൻലാൻഡ് സമ്പദ് വ്യവസ്ഥയെ ഇപ്പോഴും നയിക്കുന്നത് പൊതുമേഖലയും മത്സ്യബന്ധനവുമാണ്. ഡെൻമാർക്കിൽ നിന്നുമുള്ള 5184 കോടി രൂപയുടെ വാർഷിക സഹായവും അവർക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. വിനോദസഞ്ചാരത്തിൽ നിന്നുള്ള വരുമാനവും കുതിക്കുകയാണ്. പ്രത്യേക ഭൂമിശാസ്ത്രവും കാലാവസ്ഥയും കാരണം ഗ്രീൻലാൻഡിൽ ഖനനം എളുപ്പമായിരുന്നില്ല. രാജ്യത്തിന്റെ 80% ഐസ് ഷീറ്റ് കൊണ്ട് മൂടപ്പെട്ടിരുന്നു. കൃത്യമായി പരിപാലിക്കപ്പെടുന്ന റോഡുകളും കുറവാണ്. എന്നാൽ സാങ്കേതിക വിദ്യ പുരോഗമിച്ചതോടെ ഈ പ്രതിസന്ധികൾ തിരിച്ചടിയാകുകയാണെന്നാണ് US അടക്കമുള്ള രാജ്യങ്ങളുടെ വിലയിരുത്തൽ. പ്രാദേശിക ഭരണകൂടം ശക്തമായ പാരിസ്ഥിതിക നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭരണം ലഭിച്ചാൽ അവരെ നിഷ്പ്രയാസം മറികടക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വാസം. ഖനന വരുമാനം രാജ്യം വിടുമെന്നും രാജ്യത്തിന് ഗുണം ചെയ്യില്ലെന്നുമാണ് ഗ്രീൻലാൻഡ് പൗരന്മാരുടെ വിശ്വാസം. ഇക്കാര്യം പ്രാദേശിക തൊഴിലാളി യൂണിയൻ മേധാവി ജസ് ഒബർട്ട്സൺ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു.